മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളരെ ചെറിയ സൃഷ്ടിപ്പായി വളർന്ന് നിനക്ക് ഈ ശക്തി നൽകിയത് റബ്ബൻ അള്ളാഹുവാൻ. ആ അവയവങ്ങൾ കൊണ്ട് നിന്റെ റബ്ബിനെ നീ ധിക്കരിക്കുക. എത്ര മോശമായ കാര്യമാണ്. ഈ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും വലിയവനായ അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. സഹോദര, ഇവരൊന്നും വേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മഹത്വം അവിടെ, അതിന്റെ പ്രാധാന്യം അതിനപ്പുറം നീ ചിന്തിച്ചു നോക്കൂ. നീ ആദരിക്കുന്ന നിന്റെ അധ്യാപകൻ, നീ ആദരിക്കുന്ന നിന്റെ പിതാവ്, നിന്റെ ഉമ്മ, അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വൃത്തികൾ ചെയ്യുമോ? അവർ നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് സാധിക്കുമോ? ഇല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചില ഉലമാക്കൾ അവർ പറഞ്ഞത്, നിന്നിലേക്ക് നോക്കുന്നവരിൽ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നീ ഏറ്റവും ചെറിയ പ്രാധാന്യം കൽപ്പിക്കരുത്. നിന്നെ നോക്കുന്നവരിൽ മറ്റുള്ളവർ നോക്കിയാൽ നീ വിട്ടു നിൽക്കുന്ന തിന്മകൾ അള്ളാഹു നോക്കുമ്പോൾ നീ ഉപേക്ഷിക്കുന്നില്ല. നിന്നെ നോക്കുന്നതിൽ നീ ഏറ്റവും വില കുറഞ്ഞു കാണുന്നത് ആരെയാണ്? അള്ളാഹുവിനെ. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ ചിലപ്പോൾ നോക്കി നിൽക്കെ പോലും ചില തിന്മകൾ മനുഷ്യർ ചെയ്യാൻ മടിക്കും. നിനക്ക് പരിചയമില്ലാത്തവർ നോക്കുമ്പോൾ പോലും ആ തിന്മകളിൽ നിന്ന് നിനക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്നത് അള്ളാഹു നിന്നെ നോക്കുന്നുണ്ട്. അവർക്കുള്ളതിനേക്കാൾ നീ അള്ളാഹുവിന് സ്ഥാനം നൽകുന്നില്ലേ? അള്ളാഹു സുബ്ഹാനഹു തആല അവനുള്ള ആദരവ് എന്താണ് എന്ന് മനസ്സിലാവും. അവൻ കണ്ടുകൊണ്ടിരിക്കുക ഈ വൃത്തികേടിൽ, ഈ മ്ലേച്ഛ പ്രവർത്തനങ്ങളിൽ നീ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നത് എത്ര മോശമായ കാര്യമാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ. മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറൻ, നിങ്ങൾ അള്ളാഹുവിനൊരു ഗാംഭീര്യം കാണിക്കുന്നില്ലേ? അള്ളാഹുവിനൊരു ഗൗരവം നിങ്ങൾ കൊടുക്കുന്നില്ലേ? ശിരിക്കുകളോട് പറഞ്ഞ വാക്കാണ് മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ. അള്ളാഹുവിന് നിങ്ങൾ ഒരു ഗാംഭീര്യം കൽപ്പിക്കുന്നില്ലേ? വഖദ് ഖലഖകും അത്വാറ, അവനാകുന്നു നിങ്ങളെ ഈ പറഞ്ഞ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയെടുത്തവൻ. മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളരെ ചെറിയ സൃഷ്ടിപ്പായി വളർന്ന് നിനക്ക് ഈ ശക്തി നൽകിയത് റബ്ബൻ അള്ളാഹുവാൻ. ആ അവയവങ്ങൾ കൊണ്ട് നിന്റെ റബ്ബിനെ നീ ധിക്കരിക്കുക. എത്ര മോശമായ കാര്യമാണ്. ഹൃദയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവന് സ്ഥാനം നൽകുക എന്നതാണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഏറ്റവും നല്ല വഴി. CCTV ക്യാമറ അല്ല ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ എന്തായിരിക്കും ആൾക്കാരുടെ അവസ്ഥ? തമാശ കളിക്കില്ല അല്ല, ഏതെങ്കിലും ക്യാമറയിൽപ്പെട്ട് ആൾക്കാർ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടാൽ മോശത്തരമാണ്. അവൻ അവിടെ CCTV ക്യാമറയുടെ മുന്നിൽ എത്തിയാൽ അവൻ ശ്രദ്ധിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞു, അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തമായ താക്കീത് ഇന്നല്ലാഹ അലീമുൻ ബിമാ യസ്നഊൻ. അവർ പ്രവർത്തിക്കുന്നത് അള്ളാഹു നന്നായി അറിയുന്നുണ്ട് എന്ന വാക്കാണ്. നീ പ്രവർത്തിക്കുന്നത് അറിയുന്നുണ്ട്. അള്ളാഹു ആകട്ടെ ഒരു പ്രവർത്തനം മറക്കുകയില്ല. നീ ചിലപ്പോൾ നീ ചെയ്ത തിന്മ മറന്നുപോകും, അള്ളാഹു മറക്കുകയില്ല. അവന്റെ ഏടുകളിൽ നിന്നൊരു കാര്യവും നീ തൗബ ചെയ്യാത്തിടത്തോളം മായ്ക്കപ്പെടുകയില്ല. സഹോദര, അള്ളാഹു സുബ്ഹാനഹു തആല അവനുള്ള സ്ഥാനം നീ കൽപ്പിക്കുക. അള്ളാഹുവിന്റെ ഗാംഭീര്യത്തെക്കുറിച്ച് ജനങ്ങൾ ചിന്തിച്ചിരുന്നു എങ്കിൽ അവർ ഒരിക്കലും അള്ളാഹുവിനെ ധിക്കരിക്കാൻ തയ്യാറാകുമായിരുന്നില്ല. നോക്കൂ, നിങ്ങൾ ഒരു പോലീസുകാരനെ കണ്ടാൽ ആളുകളുടെ പേടി എന്താണ്? അയാൾക്ക് കാര്യമൊന്നും ചെയ്യാൻ സാധിക്കില്ല, അയാളുടെ ശക്തി വളരെ ദുർബലമാണ്. പക്ഷെ അയാളെ കണ്ടാൽ അവരുടെ പേടി എന്താണ്? അവനെ ഉപദ്രവിക്കുമെന്ന് പേടിക്കുന്ന മാനേജറുടെ കാര്യം എന്താണ്? അല്ലാഹു അഖ്ദറ അലൈക മിൻ ഹാദൽ ഗുലാം. അബൂ മസ്ഊദ് അൽ ബദരിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അബൂ മസ്ഊദ്, അള്ളാഹു സുബ്ഹാനഹു തആല അവന് നിനക്ക് ഈ അടിമയുടെ മുകളിലുള്ളതിനേക്കാൾ നിന്റെ കാര്യത്തിൽ ശേഷിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചാൽ ഈ പറഞ്ഞ വൃത്തികേടുകൾ പുറത്താകുകയും നീ വഷളാകുകയും ചെയ്യാൻ ഒരു നിമിഷം മതി. അള്ളാഹുവിന്റെ സ്ഥാനം മനസ്സിലാക്കുക എന്നത് തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കാൻ നിന്നെ സഹായിക്കുന്ന ഏറ്റവും വലിയ ചിന്തകളിൽ